ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഞാൻ പാത്തുവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തു വെച്ചതിൻ്റെ ബാലൻസ് ആണ് കേട്ടോ. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അടിച്ചു വരാനായിട്ട് ടൈം കിട്ടിയിട്ടുണ്ടായില്ല. കാണുന്ന ഒരു ഏരിയ ഒന്ന് മിറ്റൊക്കെ അടിച്ചൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പം നിങ്ങളും കൂടെ പോരെ. ഇന്നാണെങ്കിൽ പതിവില്ലാതെ മോനും കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ പൂക്കളൊക്കെ ഉള്ള ഗാർഡന് ഓപ്പോസിറ്റ് സൈഡിലായതുകൊണ്ട് ഈ ഒരു സൈഡിലേക്ക് ഞാൻ അധികം എത്തി നോക്കലില്ല കേട്ടോ. അതിൻ്റെ ഇവിടെ കാണാനുണ്ടാകും, അത്യാവശ്യം നല്ല ചവറൊക്കെ കൂടി കിടപ്പുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ആദ്യം ക്ലീൻ ചെയ്യണം. എന്നിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മളുടെ ആ ബാക്കിലാണ് കാണുന്ന ഒരു പടവ് കിട്ടിയിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലുള്ള ചെടികൾ നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേറെ 2-3 കൊണ്ടുവന്ന് അതിൽ വെക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ടുണ്ട് പ്ലാൻ ചെയ്യൽ തുടങ്ങിയിട്ട്. അതൊന്ന് റെഡിയാക്കി എടുക്കണം. ഈ ഒരു ഭാഗത്ത് ഫ്രൂട്ട്സിൻ്റെ തൈകളും അപ്പുറത്തെ സൈഡിൽ പൂക്കളുടെ ഒരു ഗാർഡനും ആക്കാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് നമ്മളുടെ കലാത്തിയും അതേപോലെ വേറെ 2-3 ഔട്ട്ഡോർ പ്ലാന്റ്സൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് മാറ്റാനും പറ്റാത്ത അവസ്ഥയിലാണ്. ഞാനിപ്പോൾ ഈ ക്ലീൻ ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് നമ്മളുടെ പ്ലാവും അതേപോലെ സർവ്വസുഗന്ധി അങ്ങനെ 2-3 മരങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുങ്ങൾ മാറ്റാനും പറ്റില്ലല്ലോ, വെയിൽ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു അവക്കാഡോൻ്റെ പ്ലാന്റ് നമ്മൾ അതിൻ്റെ അകത്ത് നട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മരങ്ങളിങ്ങനെ തണലായിട്ട് നിൽക്കുന്ന കാരണം കൊണ്ട് സൺലൈറ്റ് ശരിക്കും കിട്ടില്ല അങ്ങോട്ട്. അത് കാരണം കൊണ്ട് നമ്മളുടെ അവക്കാഡോ വളരുന്നത് ഭയങ്കര സ്ലോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ സൺലൈറ്റ് നന്നായിട്ട് കിട്ടണമല്ലോ, എന്നാലല്ലേ അവർ വളരുള്ളൂ. വളങ്ങളിട്ട് കൊടുക്കുന്നുണ്ട് എങ്കിലും കൂടിയിട്ട് ഭയങ്കര സ്ലോ ആയിട്ടാണ് അത് ഇങ്ങനെ വലുതായി വരുന്നത്. അപ്പോൾ ഞാൻ ആകെ കൺഫ്യൂഷനിലാണ്, എങ്ങനെ ചെയ്യും എന്ത് ചെയ്യും. നമ്മുടെ കയ്യിൽ റംബൂട്ടാൻ വാങ്ങിച്ചു വെച്ചത് ഇരിപ്പുണ്ട്, റംബൂട്ടാൻ്റെ തൈ. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് ഈ ഒരു സൈഡിൽ വെക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെയിലിൻ്റെ ഇഷ്യൂ കാരണം കൊണ്ട് അത് എവിടെ വെക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ. എന്ത് തന്നെയായാലും ഈ ഒരു ഭാഗം ഞാൻ എന്തായാലും ഒന്ന് മാറ്റിയെടുക്കാമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് എന്തായാലും ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും അതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. അതായത് ഈ ഒരു ഫ്ലവർ ബഡിൻ്റെ അകത്ത് നമുക്ക് ഏത് തരത്തിലുള്ള ചെടികളാണ് ഇങ്ങനത്തെ ഈ ഒരു ഫ്ലവർ ബഡിൻ്റെ അകത്ത് വെക്കാൻ പറ്റുക എന്നുള്ള എന്തെങ്കിലും അറിയുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഒരു ദിവസം കൂടെ ഉള്ളൂ നമ്മുടെ ക്രിസ്മസിന്. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ അതും പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ ട്രീ ഉണ്ടാക്കിയിരുന്ന കുറച്ച് അതിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം അത് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വഴിയെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഗാർഡനിങ് വീഡിയോസ് ഇടുന്ന സമയത്ത് അതിൻ്റെ അകത്ത് എൻ്റെ റെഡ് റോസ് ഉണ്ടാകുന്ന ചെടി ഉണ്ടല്ലോ, റെഡ് റോസിനെ പറ്റി ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് അത് എവിടെ നിന്നാണ് വാങ്ങിച്ചത്, അല്ലെങ്കിൽ അത് എനിക്ക് കിട്ടുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ്, ഒരുപാട് പേരൊന്നുമല്ല, 1-2-3 പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ പറയുന്നത്. ഞാൻ വാങ്ങിച്ചത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നത്തെ വീഡിയോയിൽ, മണ്ണുത്തി നിന്നാണ് വാങ്ങിച്ചതെന്നൊക്കെ. അപ്പോൾ ഒന്നും കൂടെ അത് ശ്രദ്ധിക്കാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. മണ്ണുത്തിയിൽ നമ്മൾ ചെന്ന് അവിടെ സെൻറ്ററിൽ തന്നെ, മണ്ണുത്തി സെൻറ്ററിൽ തന്നെ 2-3 ഗാർഡൻസൊക്കെ അവിടെ ചെല്ലുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ അവിടെ പ്രത്യേകം നമ്മൾ പേര് ചോദിച്ചിട്ട് വേണം നമ്മൾ ഇത് ഷോപ്പ് നോക്കി കയറാൻ. ഞാൻ വാങ്ങിച്ചത് ഒരു പൂജ എന്ന് പറയുന്ന ഒരു ഷോപ്പിലാണ് കേട്ടോ, ഗാർഡനിൽ നിന്നാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണുത്തി എത്തിക്കഴിഞ്ഞാൽ അവിടെ ആരെടുത്ത് ചോദിച്ചാലും നമുക്കറിയാൻ പറ്റും കേട്ടോ. അവിടെ സെപ്പറേറ്റ് ചോദിക്കുമ്പോൾ നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ആവശ്യമെന്നുണ്ടെങ്കിൽ അത് കിട്ടുന്ന ഗാർഡൻ ഏതാണെന്ന് പ്രത്യേകം നമ്മൾ ചോദിക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രൂട്ട് ഗാർഡനിലാണ് നമ്മൾ ചെല്ലണതെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രൂട്ട്സിൻ്റെ വെറൈറ്റീസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഈ ഗാർഡനിങ്, അതായത് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണെങ്കിൽ അത് സെപ്പറേറ്റ് വേറെ ഗാർഡൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ പോയപ്പോഴും എനിക്ക് അങ്ങനെ ഒരു മണ്ടത്തരം പറ്റിയിട്ടുണ്ടായിട്ടോ. എനിക്ക് ആവശ്യമുള്ളത് റോസിൻ്റെ പ്ലാന്റ്സ് ആയിരുന്നു. അപ്പം ഞാനത് ഗാർഡൻ്റെ പേര് മാത്രം ചോദിച്ചിട്ടുണ്ടായുള്ളൂ, ഇന്ന ഗാർഡൻ ആണെന്ന് സെപ്പറേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായില്ല. അത് കാരണം ഞങ്ങൾ ചെന്ന് പെട്ടത് നമ്മുടെ ഫ്രൂട്ട് ഗാർഡനിലായിരുന്നു. അവിടെ ഈ ഫ്രൂട്ട്സിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് കാണുമ്പം മേടിക്കാതെ പോരാനും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ മേടിച്ചതാണ് ആ റംബൂട്ടാൻ്റെ പ്ലാന്റ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെയുള്ള ചേച്ചിയുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് ആൾ പറഞ്ഞു തന്നത്, നിങ്ങൾക്ക് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഇന്ന ഗാർഡനിൽ പോയാൽ മതി, അവിടെ എല്ലാ ടൈപ്പും ഉണ്ടാകും. അങ്ങനെ പറഞ്ഞു തന്നിട്ട് ഞങ്ങൾ അങ്ങനെ പോയതാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ പോയപ്പോൾ വാങ്ങിച്ചതിൽ ഒരു റോസാണ് ഈ കാണുന്നത്. നമ്മൾ ഈ ഫ്ലവർ ബഡിൻ്റെ അകത്ത് വെച്ചേക്കുന്നത്
ഞാൻ ഫ്ലവർ ബോഡിൻ്റെ അകത്ത് ആദ്യമായിട്ടാണ് റോസ് കൊണ്ടുവന്ന് വെക്കണത് കേട്ടോ. ഞാൻ ഓൾറെഡി അതിൻ്റെ അകത്ത് അരയിലെയാണ് ഞാൻ വെച്ചിട്ടുള്ളൂ. അതല്ലാതെ വേറെ പ്ലാന്റ്സ് ഒന്നും ഞാൻ വെച്ചിട്ടുണ്ടായില്ല. പിന്നെ അത് ആ കാണുന്ന ചേമ്പാണ് കേട്ടോ. ആ ചേമ്പിൻ്റെ തൈ ഞാൻ ഏതോ ഒരു വീഡിയോ കണ്ടിട്ട് വഴിയിൽ നിന്ന് പറിച്ചുകൊണ്ടെന്ന് വെച്ചതാണ് കേട്ടോ. സംഭവം കാണാൻ നല്ല രസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെച്ചെന്ന് മാത്രം. അങ്ങനെ നമ്മൾ മിറ്റമൊക്കെ അടിച്ച് നനയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏറെക്കുറെ ബാങ്കൊക്കെ കേട്ട് സമയമായിട്ടുണ്ട് കേട്ടോ. ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, 6:15 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് നമ്മൾ ഇവിടെ വെച്ച് നിർത്താണ്. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്തൊക്കെ അത്യാവശ്യം പുല്ലൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഗാർഡനിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എനിക്കറിയാവുന്ന ടിപ്സ് ഞാനും പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.